ശങ്കരാചാര്യർ തന്നെ ചോദിച്ചൊരു ചോദ്യം, ഇന്ത്യയിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ബീഫ്, നിങ്ങൾ കൗ വിജിലൻസിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ബീഫ് എക്സ്പോർട്ടേഴ്സിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കില്ല നിങ്ങൾ പറയും. ഭയങ്കര ചോദ്യമല്ലേ? അത് പറയാൻ ശ്രമിക്കില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫണ്ട് സ്വീകരിക്കുന്നത് BJP ആണെന്നുള്ള ഇത് പ്രശ്നമാണ് കേട്ടോ. ഇവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നമാണ്, ഇവർ മറ്റേ ടീമാണ് എന്നുള്ള ഒരു സൂചനയാണ് കൊടുക്കുന്നത്. കോൺഗ്രസിന് ആരെയാണ് പറഞ്ഞത്? ഹസൻ എന്ന് പറഞ്ഞാൽ അല്ലാത്ത ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അന്ന് ഹസൻ ആയിരുന്നു APCന്റെ അധ്യക്ഷനെങ്കിൽ പോലും ആ ഒരു വേർഡിങ്സ് പറയുന്നത് എന്താണ്? ഇവർ വന്നു കഴിഞ്ഞാൽ മറ്റേ ടീമാണ് കേട്ടോ, പ്രശ്നമാണ്. ഇതൊരു ഏറ്റവും വലിയ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ചാൻസ് കുറവാണ്. കാരണം എന്താണ്? ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. 2026 വീണ്ടും ഒരു ഇസ്ലാമോഫോബിയ ദിനം കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വർഗീയതയുടെ വളർച്ചയും മതേതരത്തിൻ്റെ പ്രതീക്ഷയും എന്ന വിഷയത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇസ്ലാമോഫോബിയ കൂടുതൽ വിസിബിൾ ആവുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം കണ്ട വീഡിയോ എന്ന് വെച്ചാൽ പോലീസുകാർ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു പോകുന്ന ഒരു വീഡിയോ. സ്വന്തം വീടുകളിൽ നമസ്കരിച്ച ആളുകൾക്കെതിരെ അത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞ് മീറത്തിൽ എന്താണ് കേസെടുത്ത് അലഹാബാദ് ഹൈക്കോടതി എന്ത് ചെയ്തു? അവരെ ശാസിക്കുകയാണ് ചെയ്തത്. പുറത്ത് നമസ്കരിക്കുന്നതിന് എതിരെ അവിടുത്തെ SP, മീറത്തിലാണത്, SP എന്ത് ചെയ്യുന്നു? പിന്നെ മുസ്ലിങ്ങളെ വിളിച്ചിട്ട് താക്കീത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ പാസ്പോർട്ട് എന്ത് ചെയ്യും? കണ്ടുകെട്ടും. അതൊരു ക്രിമിനൽ ഒഫൻസായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് ഹോളി എന്ത് ചെയ്യുന്നു? പരസ്യമായിട്ട് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ആഘോഷം നടക്കുമ്പോൾ എന്ത് ചെയ്യണം? അതായത് മുസ്ലിങ്ങളുടെ അല്ലാത്തൊരു ആഘോഷം നടക്കുമ്പോൾ പള്ളികളൊക്കെ എന്ത് ചെയ്യണം? മൂടി കെട്ടണം എന്നുള്ളത്. എന്തായാലും നമ്മൾ കാണേണ്ട ഒരു കാര്യം ചിലത് പൊതുസ്ഥലങ്ങളിലേക്ക് ഈ ഹെയ്റ്റ് സ്പീച്ചും വയലൻസും വ്യാപിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അത് സാധാരണ പിന്നെ ഒരു തെരുവുകളിലേക്ക് ഇത് വരുന്നു എന്നുള്ളത്. പിന്നെ മാത്രമല്ല വളരെ പ്രായമായ ആളുകൾ പോലും ഇത്തരം സംസാരങ്ങൾ, സ്ത്രീകൾ ധാരാളമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അത്തരത്തിൽ സംസാരിക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മേഘാലയയിലെ പെറ്റെടുത്ത് എന്ത് ചെയ്തു? മറ്റേ ബംഗ്ലാകളും മറ്റേ ക്രിസ്ത്യൻസും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു പോകുന്നു? ബുൾഡോസർ രാജ് വ്യാപകമായിട്ട് ദളിതർക്കും മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കപ്പെടുന്നു. പാഠപുസ്തകങ്ങളിൽ ആ രീതിയിലെ തിരുത്തലുകൾ കൊണ്ടുവരുന്നു, നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ വെച്ചാൽ ഈ പല രീതിയിലും നമ്മൾക്കിത് വിസിബിളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രമാത്രം തെരുവുകളിലേക്ക് വർഗീയത വലിച്ചഴക്കാൻ? പണ്ടത്തെ ഒരു വയലൻസ് എന്ന് പറയുന്നത് ഒരു കലാപം ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട പോലെ എല്ലായിടത്തും താടിക്കാരനെ കണ്ടാൽ എന്ത് ചെയ്യാം? പിന്നെ താടി പിടിച്ച് വലിക്കാം, അല്ലെങ്കിൽ വെട്ടാം, ജയശ്രീയം വിളിക്കടാന്ന് പറയാം, ഈ രീതിയിലേക്ക്. പക്ഷെ നമ്മൾ കരുതുന്നത് പോലെ ഇതൊരു വെറും വർഗീയതയുടെ വ്യാപനത്തിൻ്റെ പ്രശ്നമല്ലത്. മറിച്ച് ഇവിടെ ഒരു കോർപ്പറേറ്റ് വർഗീയത ഉണ്ടായിരുന്നത്. ഈ കോർപ്പറേറ്റുകൾ തന്നെ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അദാനി എന്ന് പറയുന്നൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പരിധിവരെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എംപയർ, ഈ ഫിനാൻഷ്യൽ എംപയറിൻ്റെ പിറകിലുള്ള കള്ളത്തരങ്ങൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അംബാനികൾക്ക് എന്താണ് അത്തരത്തിലുള്ളതുകളുണ്ട്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞാൽ സർക്കാരിൻ്റെ പരാജയങ്ങൾ മൂടി വയ്ക്കപ്പെടേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ജനം തെരുവിലിറങ്ങാൻ പോകുന്ന സമയമായിട്ടുണ്ട്. ആ ജനം അതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ തെരുവിലിറങ്ങാതിരിക്കാൻ വേണ്ടി നടക്കുന്ന ഏറ്റവും വലിയ മാസ്കുറൈഡിങ് ആണ് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ. ഒന്ന് എടുത്തു നോക്കുക. നമ്മളിവിടെ ഇപ്പോൾ ഫാർമേഴ്സിനെതിരല്ലോ 700ഓളം കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. ആ നിയമം എപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? ഫ്രീസ് ചെയ്തിങ്ങനെ വെച്ചിട്ടാണ്, പിൻവലിച്ചിട്ടില്ല. പിന്നെ അച്ചാദിൻ എന്തായെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മുടെ കുട്ടികൾക്കെതിരെ എന്താ ബേട്ട ബച്ചാവോ അല്ലേ? എത്രമാത്രം പെൺകുട്ടികളാണ് ബലാത്സംഗത്തിന് വിധേയമായതും അല്ല. ആ ഫണ്ട് ഞാൻ ആലോചിച്ച് നോക്കൂ. ആ ഫണ്ടിൽ എത്ര 60-70% പരസ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ച് ഇതിനുവേണ്ടി നീക്കി വെച്ചത്. സ്വച്ഛ ഭാരത് 10,000 കോടി കക്കൂസ് ഉണ്ടാക്കാമെന്നോട്ട് ചെയ്തിട്ട് ആ ക്യാഷ് യഥാർത്ഥത്തിൽ കക്കൂസിൻ്റെ ഉള്ളിലേക്ക് പോയോ എന്നാണ് എന്ത് ചെയ്ത് സംശയിക്കേണ്ടത്. ഇപ്പോഴും വെളിയിടങ്ങൾ വ്യാപകമായ ഒരു ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വർദ്ധിച്ചു എന്നുള്ള കണക്കുകളെല്ലാം പറയുന്നു. ദളിതർക്കെതിരെയുള്ള പിന്നെ അട്രോസിറ്റീസ് വർദ്ധിച്ചു എന്നുള്ളത്. സർക്കാരിൻ്റെ അക്കൗണ്ടബിലിറ്റി തീരെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ടിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്നാണ്. എന്തൊരു ഫണ്ടും എങ്ങനെ വിനിയോഗിച്ചു എന്ന് ചോദിക്കാൻ ജനങ്ങൾക്കൊരു അവകാശമില്ലേ? അതില്ലാന്ന് എങ്ങനെയാണ് സർക്കാർ പറയുന്നത്? മാത്രമല്ല അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ
അതിനെ ഏത് നിലയ്ക്കും എന്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണിപ്പൂരിലെ ഇതുകൾ 2024 ഇലക്ഷനിലുണ്ടായ തിരിച്ചടി, ഇങ്ങനെ ഇപ്പം നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെ സൂക്ഷ്മമായിട്ടുള്ള ബന്ധമാണ്. എപ്പോഴെങ്കിലും എന്ത് ചെയ്യും, വെടിപൊട്ടാവുന്നൊരു ബന്ധമായിട്ട് മാറി. ഇതെല്ലാം സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാരിൻ്റെ അതിൻ്റെ പുറമെയാണ് ഇപ്പോഴത്തെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു പരാജയത്തെ സമ്പൂർണ്ണവൽക്കരിച്ച ഒരു സർക്കാരാണുള്ളത്. ഈ സർക്കാരിനെ സംബന്ധിച്ചോളം ചോദ്യങ്ങൾ ഉയരാതിരിക്കണം, അതിനു വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു കൺകെട്ടിക്കളിയാണ് വർഗീയത എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം എനിക്ക് വേണ്ട പ്രതീക്ഷ പറഞ്ഞേ, ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശങ്കരാചാര്യർ തന്നെ ചോദിച്ചൊരു ചോദ്യം, ഇന്ത്യയിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ചോദിച്ചാൽ ബീഫ്, നിങ്ങൾ കൗ വിജിലൻസിൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ബീഫ് എക്സ്പോർട്ടേഴ്സിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കില്ല നിങ്ങൾ പറയും. അതെ, ഭയങ്കര ഒരു ചോദ്യമല്ലേ? അത് പറയാൻ ശ്രമിക്കില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫണ്ട് സ്വീകരിക്കുന്നത് BJP ആണെന്നുള്ളത്. എങ്ങനെയാണ് ഈ ഇറക്കുമതി ഈ കയറ്റുമതി കൂടുന്നത്? കൂടുതൽ പശുക്കൾ അറുത്തിട്ടനല്ലേ? അപ്പോൾ ഈ കൂടുതൽ ഒരു ഭാഗത്ത് അറക്കാൻ കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ ഇതിനെ വില കുറച്ച് വാങ്ങി, ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതിനെ വില കുറച്ച് കിട്ടാനുള്ളൊരു തന്ത്രമാണ് ഈ കൗ വിജിലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ലാഭം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗോദി മീഡിയയിൽ ഭിന്നസ്വരം വന്നിട്ടുണ്ട്. ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തുറന്ന് പറയുന്ന പഠനം ഗോസ്വാമി പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇത് തുറന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഭയം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ശരിക്കും വേണ്ടത് എന്താ വെച്ചാൽ, മുസ്ലിങ്ങളടക്കമുള്ളവർ ഈ ആവശ്യമില്ലാതെ വെറും ഇരവാദം മാത്രം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നല്ല വേണ്ടത്. ഞങ്ങൾ പാവേ, ഞങ്ങൾ ഇരകളാണെന്നുള്ള നിവർന്ന് നിൽക്കാൻ സമയമായിരിക്കണം. കുറച്ചൊന്ന് നിവർന്ന് ആർജവത്തോടെ സംസാരിക്കേണ്ടതുണ്ട്. എല്ലാ നിയമ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തേണ്ടത് ഉണ്ട്. അതുപോലെ തന്നെ വെച്ചാൽ ഈ ഭയം വെടിഞ്ഞുകൊണ്ട് തന്നെ യോജിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിക്കുകയും ആ രീതിയിലുള്ളൊരു മൊബിലൈസേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ വർഗീയതയുടെ നട്ടെല്ല് തകർക്കുക തന്നെ ചെയ്യും. ദുർബലമാണ് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള സർക്കാർ. ഇത്തരത്തിലൊരു മറ വെച്ചുകൊണ്ട് ഇതിനെ മൂടി വയ്ക്കുകയാണ്. അത് പൊളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യയെ രക്ഷപ്പെടും. മാത്രമല്ല, നമ്മൾ ഈ മീഡിയകൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനം മാത്രം കണ്ടുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ഭാഗത്ത് മുഹമ്മദ് ദീപക്കിനെ പോലുള്ള ആളുകളുമൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് നമ്മൾ കരുതേണ്ടത്. ഇതിൽ ഹിലാൽ, പിന്നെ ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കണക്ക് പ്രകാരം കുറവാണ്. ഇപ്പോൾ ഈ കേരള സ്റ്റോറി ഒക്കെ വന്ന ഒരു സമയം കേരളത്തിൽ ഇതിന് വല്ലാത്തൊരു പിന്നെ പല സമയങ്ങളിലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ഇത് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ള രൂപം പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഹെയ്റ്റ് ലാബ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ചില കണക്കുകൾ പ്രകാരം ഇപ്പോൾ പിന്നെ ഇന്ത്യയിൽ ടോട്ടലി ഉള്ളത് 2025 1318 ഹെയ്റ്റ് സ്പീച്ചുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നത്. ആ 1318 എണ്ണത്തിൽ 7 എണ്ണം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. 7 എണ്ണമല്ലേ ഉള്ളൂ 1318. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമുക്കറിയാലോ, കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഇല്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഇല്ല എന്നാണ് മുപ്പര് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പം ഇത് എന്തുകൊണ്ട് കുറയുന്നു, 7 എണ്ണം മാത്രമായി പരിമിതപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 2 രീതിയിൽ പറയാം. ഒന്ന്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ UP അല്ല അങ്ങനെയുള്ള സംസ്ഥാനം നമ്മൾ കേൾക്കാറുള്ള വാചകം എന്താണ്, പിന്നെ തൃശ്ശൂലം കൊണ്ടുപോയിട്ട് അവരെ കുത്തണം, ഇങ്ങനെയുള്ള വാചകങ്ങളാണ് കാണാൻ പറ്റുക. അപ്പം അത് പെട്ടെന്ന് തന്നെ അത് ഇസ്ലാമോഫോബിക് ആണ് എന്ന് മനസ്സിലാക്കാനും റിപ്പോർട്ട് ചെയ്യപ്പെടാനും പറ്റും. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇസ്ലാമോഫോബിയാണ് കൂടുതൽ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെ ഡയറക്റ്റായിട്ട് ഇസ്ലാമോഫോബിയ പറയുമ്പം ഇൻഡയറക്റ്റ്ലി ഇസ്ലാമോഫോബിയ പറയാന്നുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് ഉദാഹരണം കാണാൻ പറ്റും. ഇപ്പോൾ CPM ഒരു കാരണവശാലും ഇത് പറയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരാൾ വായിക്കുമ്പോൾ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ട്, അതിപ്പോൾ അതിലെന്താ ഇസ്ലാമോഫോബിയ ഉള്ളത്? പക്ഷേ അതിലൂടെ അവർ പിന്നെ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്, ജനങ്ങളോട് പറയുന്നത് എന്താണ്, ഇത് പ്രശ്നമാണ് കേട്ടോ, ഇവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നമാണ്, ഇവർ മറ്റേ ടീമാണ് എന്നുള്ള ഒരു സൂചനയാണ് കൊടുക്കുന്നത്. കോൺഗ്രസ്സിനാരെയാണ് പറഞ്ഞത്? ഹസൻ എന്ന് പറഞ്ഞാൽ എല്ലാത്ത ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അന്ന് ഹസനായിരുന്നു APCൻ്റെ പിന്നെ അധ്യക്ഷനെങ്കിൽ പോലും ആ ഒരു വേർഡിങ്സ് പറയുന്നത് എന്താണ്, ഇവർ വന്നു കഴിഞ്ഞാൽ മറ്റേ ടീമാണ് കേട്ടോ, പ്രശ്നമാണ്. ഇതൊരു ഏറ്റവും വലിയ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ചാൻസ് കുറവാണ്. കാരണം എന്താണ്, ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, നേരിട്ട് പറയുകയല്ല. അപ്പോൾ അതാണൊന്ന്. പിന്നെ മറ്റൊന്ന്, മലപ്പുറത്ത് A+ കൂടിയത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റിയത്. ഇത്രയും മുമ്പ് പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മലപ്പുറത്തും കാസർഗോഡും കുറേ മുസ്ലിം പേരുകാരാണ് പിന്നെ കൂടുതൽ കാണാൻ പറ്റുന്ന ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ് മൂപ്പർ പറഞ്ഞിരുന്നു. അതിന് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്, പക്ഷേ സ്റ്റിൽ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താണ്, പിന്നെ വൈറ്റ് കോളർ ടെററിസം,
ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ബോംബ് പൊട്ടിയ സമയത്ത് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ വലിയ ആളാണ് എന്ന് പറയുന്ന നമ്മുടെ TV ചാനലിലുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കോളർ ടെററിസ്റ്റാണ് ഇവരെ പിന്നെ മുഖം കൊണ്ടോ ഇവരുടെ ചിഹ്നങ്ങൾ കൊണ്ടോ ഇവർ തിരിച്ചറിയാനൊന്നും പറ്റില്ല, പക്ഷേ ഇവരെല്ലാവരും സൂക്ഷിക്കണം. ആരെ സൂക്ഷിക്കണം പറയുന്നത്? മുസ്ലിങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ്ലി പല രീതിയിൽ എന്ത് ചെയ്യാണ് ഇങ്ങനെയുള്ള പിന്നെ +1 സീറ്റിൻ്റെ ഇഷ്യൂ, ഇത് ഇങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് അവഗണനകളുണ്ട്. അത് പറയുന്ന സമയത്ത് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രശ്നക്കാരാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഇൻഡയറക്റ്റ്ലി പറയുന്നു എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഈ പറയുന്ന പോലെ 1338 7 മാത്രം എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ 60 ഉണ്ട് എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി മാത്രം പറഞ്ഞത് 60 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 7 വരുന്നത്. 2025 പിന്നെ ഏപ്രിൽ 5 മുതൽ ഡിസംബർ 16 വരെയുള്ള കണക്ക് പ്രകാരം 60 ഹെയ്റ്റ് സ്പീച്ചാണ് വെള്ളാപ്പള്ളി മാത്രം നടത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി മാത്രം, അതും അയാൾ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ BJP അറസ്റ്റിൻ്റെ ടീമൊന്നും അല്ല, അതല്ലാത്തൊരാൾ. അപ്പോൾ അയാൾ നടത്തിയിട്ടുള്ളത് SNDPൻ്റെ നേതാവ്. അപ്പോൾ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് കുറഞ്ഞു, നമ്മളിത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം. ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ 2022 ഇപ്പോൾ പിന്നെ ഇസ്ലാമോഫോബിയ കമ്പാറ്റ് ഡേ കൊണ്ടുവരുന്നത് പിന്നെ UN. അപ്പോൾ അവരിത് കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമോഫോബിയെ പല രീതിയിൽ എതിർക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ത്യ അന്ന് അവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് റിലീജിയോഫോബിയ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അകാരണമായിട്ട് ഒരാളെ നമ്മൾ പിന്നെ സുഖിപ്പിക്കുന്ന പോലെ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ പറയണ്ട, റിലീജിയോഫോബിയ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാം ആരാണ് അവിടെ പവറിലിരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് വെറും ജാർഗൺ മാത്രമാണ്. ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്നുള്ള വേർഡിങ്സ് വരെ വരുന്നത് പിന്നെ നമ്മുടെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ചില പിന്നെ അവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ JNUവിലൊക്കെ അന്നുണ്ടായിരുന്ന SFIയുടെ ഒക്കെ ആൾക്കാർ, ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ, ഞാൻ വീണ്ടും ഇടതുപക്ഷം എന്ന് പറയുന്നത് വെച്ചാൽ അവർ സാധാരണ രീതിയിൽ റൈറ്റിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരിതിനെതിരെ പ്രതികരിക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ അവർ അന്ന് അവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ്, അങ്ങനെ ഇതൊരു ജാർഗണായിട്ട് ഇവർ ഉപയോഗിക്കുകയാണ്, അത് ഇവർ കൊണ്ടുവരുന്ന കുറേ പ്രശ്നങ്ങൾ അതിലൂടെ ഇസ്ലാമിക് പൊളിറ്റിക്സ് പിന്നെ കടത്തിക്കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇസ്ലാമോഫോബിയ പറയുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരും അടക്കോടെ കാണാൻ പറ്റും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്സ് ഇതിലൂടെ പിന്നെ ഗൂഢാലോചനയിലൂടെ കൊണ്ടുവരാൻ ഒളിച്ചു കടത്താനുള്ള ഒരു പരിപാടിയാണെന്ന് പറയുന്ന ആൾക്കാർ പറയാതെ പറയുന്നത് അവരുടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഇസ്ലാമോഫോബിയ അവർ തന്നെ റിവീൽ ചെയ്യുന്നുള്ളതാണ് എൻ്റെ വിഷയം. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്. ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ വംശീയതയാണ് യഥാർത്ഥത്തിൽ ഇത്. ഇപ്പോൾ ഒരാൾ മുസ്ലിം വിരുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പറയാണ് നിങ്ങൾ 5 നേരം പള്ളിയിൽ പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, അത് ഇസ്ലാമോഫോബിയാണോ? ഒരിക്കലും ഇസ്ലാമോഫോബിയ, അയാൾക്ക് വിയോജിക്കാലോ, അതുകൊണ്ടല്ല അയാൾ മുസ്ലിം അല്ലാത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള രീതി, നിങ്ങൾ പലിശ പാടില്ല എന്ന് പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് വിയോജിപ്പുണ്ട്, നമ്മളാരും ഇസ്ലാമോഫോബിയ പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള നിങ്ങൾ പിന്നെ ഇൻഹെറിറ്റൻസ് കൊടുക്കുമ്പം അല്ലേ പിന്നെ പെണ്ണിന് ഇത്ര കൊടുക്കുന്നു, അണ്ണിന് ഇത്ര കൊടുക്കുന്നു, എനിക്ക് വിയോജിപ്പുണ്ട് അവർക്ക് പറയാം. സ്വാഭാവികമായിട്ട് അവരിതല്ലാത്തതുകൊണ്ട് അവർക്ക് പറയാം. ഇതൊന്നും ഇസ്ലാമോഫോബിയായിട്ട് നമ്മളെവിടെയും പറയുന്നില്ല. അതേസമയം അത് പിന്നെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിയോജിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമോഫോബ് ആകുന്നില്ല, മറിച്ച് വിയോജിക്കുകയും നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. ഏത് നിങ്ങളുടെ സ്വത്തം മുന്നോട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മുന്നോട്ട് പോകാൻ പാടില്ല, നിങ്ങളുടെ ഇവിടെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ പിന്നെ നിങ്ങൾ അംഗീകരിക്കില്ല, അതിനൊക്കെ ഞങ്ങൾ എതിർത്ത് കളയും. എതിർക്കുക മാത്രമല്ല അത് പിന്നെ മുന്നോട്ട് വെക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഇസ്ലാമോഫോബിയ വരുന്നത്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലാ തഹിനു വലാ തഹ്സനു വഅൻതും ലാ ഉലാന അല്ലെ, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊന്നും നമ്മൾ കണ്ട് പേടിക്കാനോ ഭയപ്പെടാനൊന്നുമില്ല. ഇസ്ലാം സ്ട്രെയിഞ്ച് ആയിട്ടാണ് വന്നത്, ഇനി സ്ട്രെയിഞ്ച് ആയിട്ട് തന്നെ പോകും. ഒരു കാലത്ത് അത് പിന്നെ അന്നുണ്ടായിരുന്ന ബഹുദൈവ ആരാധനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് സ്ട്രെയിഞ്ച് ആയിട്ട് മാറിയത്. ഇന്ന് നമുക്കറിയാം ഇസ്ലാമിൻ്റെ വിശ്വാസം പറയുന്ന ആൾക്കാർ സ്ട്രെയിഞ്ചേഴ്സ് ആയിട്ട് മാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാഡ് ടൈഡിങ് ടു ദ സ്ട്രെയിഞ്ചേഴ്സ് അല്ലേ അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ സ്ട്രെയിഞ്ചേഴ്സ് ആയിട്ടുള്ള അപരിചിതരായിട്ടുള്ള ആൾക്കാർ, അവസാന കാലഘട്ടത്തിൽ അപരിചിതരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പഠിച്ചവൻ്റെ ഇതുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അമീദ് മാഷ് അവസാനം പറഞ്ഞ പോലെ തന്നെ പിന്നെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിങ്ങനെ കുഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞു നിൽക്കലേ ഉണ്ടാവും, മറിച്ച് നമ്മുടെ വിശ്വാസം ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂംബ വിഷയം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പറ്റില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പറ്റില്ല, നിങ്ങൾ കളിച്ചോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല, അത് പിന്നെ എല്ലാവർക്കും അങ്ങോട്ടൊരു നിയമമാക്കി കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതല്ല നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണല്ലോ എന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കുന്ന ഒരു സമീപനം കുറച്ച് കാലം ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള വാറാണ്. ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ അവരുടെ അവകാശങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങളാണ് പിന്നെ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുക എന്നുള്ള അവരുടെ ഒരു സൈക്കോളജിക്കൽ വാറാണ്. അതിന് നിന്ന് കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് തന്നെയാണ്. വിശ്വാസപരമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു സ്വത്വം എന്നുള്ള നിലക്കാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ അത് ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.